നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒടുവിൽ അക്കാര്യം ഒഫീഷ്യലായിരിക്കുന്നു. വേൾഡ് കപ്പിന് മുമ്പ് മാറക്കാനയിൽ ഒരു വിടപറച്ചിൽ മത്സരം, ആരാധകരോട് വിട പറഞ്ഞ് ആറാം ലോക കിരീടം നേടാനുള്ള ബ്രസീലിൻ്റെ യാത്ര അവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു ആഞ്ചലോട്ടിയുടേത്. അതിപ്പോൾ നടത്തിക്കൊടുത്തിരിക്കുകയാണ്. CBF ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു. വേൾഡ് കപ്പിന് മുമ്പ് മാറക്കാനയിൽ ഒരു വിടവാങ്ങൽ മത്സരം കളിക്കും. അത് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമിനോട് തന്നെ. എതിരാളികൾ പനാമയാണ്. ഇത്തവണ ഒരു വേൾഡ് കപ്പിനുണ്ട്. സോ പനാമക്കെതിരെ ബ്രസീൽ മെയ് 31 മാറക്കാനയിൽ വെച്ച് കളിക്കും. എന്നിട്ട് ആരാധകരോട് വിട പറഞ്ഞ് വേൾഡ് കപ്പിന് പറക്കും എന്നിപ്പോൾ CBF ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നു. പനാമയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തവണ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന ടീമാണ്. ഫിഫ റാങ്കിങ്ങിൽ 33-ാം സ്ഥാനത്തുള്ള ടീമാണ്. വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് Lൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന ടീമുകളോടൊപ്പം ഉൾപ്പെടുന്ന ടീമാണ്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നുണ്ട്. അത് CBF തന്നെ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. ആഞ്ചലോട്ടി പറയുന്നു, ഞാൻ മറക്കാന വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇതൊരു മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള വെന്യൂ ആണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്നൊരു വെന്യൂ. നമുക്ക് ഒരു വേൾഡ് കപ്പ് ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കാനുള്ള എല്ലാം ഉണ്ട്. നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നു. പ്ലേയേഴ്സ് ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നവരാണ്. അപ്പോൾ ഈ കളിയിൽ തീർച്ചയായിട്ടും ആരാധകരുമായിട്ടുള്ള ഒരു എനർജി എക്സ്ചേഞ്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗെയിമിന്, നമ്മുടെ വേൾഡ് കപ്പിന് അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. അതുപോലെ തന്നെ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സമീർ സൗദും ഈ വിഷയത്തെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് വളരെ സിംബോളിക്കാണ്. ആ ഒരു ഫെയർവെൽ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ കളിക്കുകയും ചെയ്തു. മാറക്കാന എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഹോമാണ്. ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. സോ ഇതിലൂടെ ആരാധകരുമായിട്ടുള്ള ഒരു സ്നേഹം പങ്കുവെക്കൽ കൃത്യമായിട്ട് നടക്കും. വേൾഡ് കപ്പിന് നമുക്ക് അതിനുശേഷം പറക്കാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ കളി വരുന്നത് മെയ് 31 അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനം ഉണ്ടാകും. അത് ഗ്രഞ്ച കമാഴയിൽ നടക്കും എന്നുകൂടി ഇപ്പോൾ ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ, ബ്രസീലിൻ്റെ ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനു മുമ്പ് മാർച്ച് മാസത്തിൽ 2 മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നത് വമ്പന്മാരോടാണ്. അതറിയാമല്ലോ, അത് ഫ്രാൻസിനോടും ക്രൊയേഷ്യയോടുമാണ്. അതിനുള്ള സ്കോഡ് അധികം വൈകാതെ പ്രഖ്യാപിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.